ഒരിക്കലും അവരുടെ മൈൻഡ് സെറ്റ് അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് പോലും അതിനുവേണ്ടി അതിലേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറാകത്തില്ല. അവരുടെ മൈൻഡ് സെറ്റാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും വിലമതിക്കാൻ പറ്റാത്തൊരു സാധനമാണെന്ന് അവർക്കറിയാം. അവരുടെ ഒരു ഡേ കളയാൻ അവർ തയ്യാറല്ല. ഇതിനുവേണ്ടി ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് പോകുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാറിയോ? റോഡിലേക്ക് ഇറങ്ങിയാൽ നമുക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവർക്കറിയാം, എനിക്ക് തോന്നുന്നത് വേറെ ഈ ലോകത്ത് ഭൂമുഖത്ത് വേറൊരു സ്ഥലത്തും കാണിയല്ല, മറ്റുള്ള ആൾക്കാരുടെ മിസ്റ്റേക്ക് കണ്ടിട്ട് അതിനുവേണ്ടി അടിയുണ്ടാക്കുന്നതും ചീത്തവിളിയും തെറിവിളിയും കേൾക്കണം. ഇതുപോലെ ഞാൻ കേരളത്തിലെ പോലെ എനിക്ക് ഒരു സ്ഥലത്തും എക്സ്പീരിയൻസ് ഇല്ല. അത് ഓട്ടോറിക്ഷക്കാരൻ ബെൻസിലിരിക്കുന്നവനെ വിളിക്കുന്നു, ബെൻസിലിരിക്കുന്നവൻ ഗ്ലാസ് താത്ത് ബൈക്കിൽ പോകുന്നതിന് തെറി വിളിക്കുന്നു. ഇത് വേറൊരു സ്ഥലത്തും നമുക്ക് കാണാം. ആ സമയത്ത് എല്ലാവരും ഈക്വലാണ്, സെയിം ലെവലാണ്. ബെൻസിലാണ് പോകുന്നതെന്നോ BMW ആണോ ഓടിയാണോ ഇതൊന്നും വിട്ടിട്ട് അയാൾ റോഡ് സൈഡിൽ പോകുന്ന ഒരു ബൈക്കുകാരനെയും അല്ല ഓട്ടോക്കാരനെയും ടെമ്പോക്കാരനെയും സെയിം ലെവലിൽ സെയിം ലാംഗ്വേജ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഹയർ ലെവലിലേക്ക്, ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ലെവലിലോ ഏതെങ്കിലും ഒരു ഹയർ ലെവലിലേക്ക് വളർന്ന ഒരാൾ, അവർക്ക് ഈ റോഡിലേക്ക് ഓടുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാകാറില്ല. ആരെങ്കിലും ഇറങ്ങി ചീത്ത വിളിക്കുന്നുണ്ട്, അവർ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കാണിക്കും, ഓക്കെ ശരി, അത്രയേ ഉള്ളൂ. അവരതിനകത്ത് ഒരിക്കലും അവരുടെ മൈൻഡ് സെറ്റ് അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് പോലും അതിനുവേണ്ടി അതിലേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് അവർ തയ്യാറാകത്തില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും വിലമതിക്കാൻ പറ്റാത്തൊരു സാധനമാണെന്ന് അവർക്കറിയാം. അവരുടെ ഒരു ഡേ കളയാൻ അവർ തയ്യാറല്ല. ഇതിനുവേണ്ടി ഏതെങ്കിലും നോൺസെൻസ്, ഏതെങ്കിലും ഒരു യൂസ്ലെസ്സിന് വേണ്ടി എൻ്റെ ഒരു ദിവസം കളയാൻ ഞാനില്ല, ഇതായിരിക്കണം. മാത്രമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ മാത്രം ജീവിച്ചു പോകാൻ കിട്ടുന്നൊരു അവസരമാണ്. ഇതൊരിക്കലും ഏതെങ്കിലും ഒരു യൂസ്ലെസ് ആയിട്ടൊരാളുടെ പേരിൽ നമ്മുടെ 1 മണിക്കൂർ നഷ്ടപ്പെടുത്തിയാൽ 1 മണിക്കൂർ നമുക്ക് പോയി, 1 മണിക്കൂർ നമ്മുടെ ലൈഫിൽ പോയി. അതുകൊണ്ട് കാരണം റോഡിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ള റോഡിലൊക്കെ ഒരു കാര്യമില്ലാതെ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുമ്പം ഏറ്റവും നല്ലത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് ചിരിച്ച് കാണിക്കുക. അതായത് നമ്മൾ ചീത്ത വിളിക്കും എന്ന് അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത്, അവരതിന് മറുപടിയായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് വിഷ് ചെയ്ത് നോക്കുക. അവർ വീണ്ടും അപ്സെറ്റ് ആവുള്ളൂ, വീണ്ടും അവർ പ്രഷർ കൂടും. കാരണം നമ്മൾ ചൂടാകുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ടീം ബിൽഡ് ചെയ്യാനും വളരെ ആവശ്യമാണ്. ചില സിറ്റുവേഷൻ ചിലപ്പോൾ നമുക്ക് ഇട്ടേച്ച് പോകാൻ തോന്നും, കാരണം ചില ആൾക്കാരുടെ ബിഹേവിയർ നമ്മളെ ചിലപ്പം വല്ലാതെ അപ്സെറ്റ് ആക്കിയെന്ന് വരാം. പക്ഷേ ആ സാഹചര്യത്തിലൊക്കെ നമ്മളോട് തന്നെ ക്ഷമിക്കൂ മകനെ എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. നമ്മൾ ക്ഷമിക്കൂ മകനെ. ഏതൊരു വലിയ ഒരു എൻ്റർപ്രണറായിട്ട് വളർന്നു വരുന്നവർ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ക്ഷമ, സഹനം ഒക്കെ ഉള്ളത് ഒരു എൻ്റർപ്രണറായിട്ട് വളരണം. ഒരു സാധാരണ ഒരു എംപ്ലോയി ആണ്, സീറ്റിലിരിക്കുന്നു, വൈകുന്നേരം എഴുന്നേറ്റ് പോകുന്നു, ബാക്കിയുള്ള സമയം മുഴുവൻ അയാൾ ചിലപ്പോൾ ഫ്രീ ആയിക്ക് വേറെ ഉത്തരവാദിത്തമൊന്നുമില്ല. നാളെ 10 മണിക്ക് വരുമ്പോൾ മാത്രം ആലോചിച്ചു. ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തലയുടെ മുകളിൽ കൂടെ പുക പറന്നിട്ടാണ്. കാരണം അവർക്ക് 24 മണിക്കൂറും ടെൻഷൻ അടിച്ചെന്നല്ല പുകയെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. 24 മണിക്കൂർ ഒരു അലർട്ടായിട്ടിരുന്നാൽ മാത്രമേ ഒരു ബിസിനസ്സുകാരനാകാൻ പറ്റുള്ളൂ, ഹയർ ലെവലിലേക്ക് വളരാൻ പറ്റുള്ളൂ. അവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ നോൺസെൻസ് കാര്യത്തിന് വേണ്ടി സമയം കളയുന്ന അവർക്ക് ഭയങ്കര ലോസാണ്. അവരുടെ മൈൻഡ് സെറ്റ് പോകും, പല അവരുടെ വളർച്ച ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ടേ ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ നോക്കുക.